ഹലോ ഇറ്റ്സ് മീ ഹന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ക്രാഫ്റ്റ് വീഡിയോ അല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു മദർ ലൈഫിൽ, അതായത് ഞാനൊരു അമ്മയായതിനു ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഫീഡിങ്. അപ്പോൾ എൻ്റെ ഒരു 2 വർഷത്തെ ഫീഡിങ് ജേർണി, അതിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്, നേരിട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ വീഡിയോ ഒന്നുമല്ല. പക്ഷേ ബിഷ്രുവിന് 2 വയസ്സായി കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫീഡിങ് നിർത്തിയോ, എങ്ങനെയാണ് നിർത്തിയത്, നിർത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഏറ്റവും നല്ലൊരു ബന്ധമാണ് അല്ലേ ഫീഡിങ് എന്ന് പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും പലർക്കും പെയിൻഫുള്ളായിട്ട് മാറാറുണ്ട്. അതിന് മിക്കവാറും കാരണമാകുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളായിരിക്കും, മെയിനായിട്ട് അവരുടെ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇത് നമുക്കൊരിക്കലും 1 ദിവസമോ 2 ദിവസമോ മാത്രം കേട്ടാൽ പോരാ. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നത് വരെ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. സോ പുതിയ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പേടിക്കേണ്ട, തുടങ്ങിയിട്ടുള്ളൂ, കുറേ കാലം കേൾക്കാനുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, വെറുതെ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ കേട്ട് 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 നമുക്കൊരു എന്താ പറയുക, ഉള്ളിൽ നിന്നൊരു പവർ വരാനുണ്ട്. അതെത്തുമ്പോൾ നമ്മൾ ഓക്കെ ആയിക്കോളും. അപ്പോൾ എൻ്റെ ഫീഡിങ് ജേണി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് കേട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ തീരെ തടിയില്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മീൻസ് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് തന്നെ പാലുണ്ടോ, കുട്ടിക്ക് പാല് കിട്ടുന്നുണ്ടാവും, വിശപ്പ് മാറുന്നുണ്ടാവും, കുട്ടി കരയാണെന്നുണ്ടെങ്കിൽ പാലില്ലാഞ്ഞിട്ടാവും കരയുന്നത്, കുട്ടിക്ക് വിശപ്പ് മാറിയിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ സ്ഥിരം ഡയലോഗുകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും പോലെ ആരെങ്കിലും കാണാൻ വരുന്നതും കുട്ടീനെ കാണാൻ വരുന്നതൊക്കെ ഭയങ്കര ഒരു ദേഷ്യമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാനിതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പം എല്ലാം മോട്ടിവേഷൻ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ, ഡോക്ടർമാരെ ക്ലാസ്സൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നമ്മൾ ബ്രസ്റ്റ് സൈസ് അനുസരിച്ചിട്ടല്ല നമുക്ക് പാലിൻ്റെ അളവ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പം എന്താ പറയുക, തടിയുള്ള ആൾക്കാർക്ക് പാല് കൂടണമെന്നോ തടി കുറഞ്ഞ ആൾക്കാർക്ക് പാല് കുറയണമെന്നോ ഒരിക്കലുമില്ല. മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ബ്രസ്റ്റ് സൈസ് തമ്മിൽ യാതൊരു ബന്ധമല്ല. നമ്മുടെ മാമറി ഗ്ലാൻസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് വരുന്നത്, നമുക്ക് മിൽക്കിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ അതറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓക്കെ, അത് എനിക്ക് കുഴപ്പമില്ലാണ്ടായിട്ടോ. കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല, അവർ അവരുടെ കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് ഒന്നെങ്കിൽ അവർക്ക് തിരുത്തി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കറിയാലോ, നമ്മുടെ അവസ്ഥ നമുക്കറിയാം. പിന്നെ നമ്മളെ മക്കൾക്ക് ഫീഡ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അവർക്ക് പാല് കിട്ടുന്നുണ്ടോ, അവർ ഓക്കെ ആണോ, അവർക്ക് വയറ് നിറയുന്നുണ്ടോ എന്നുള്ളത് ബാക്കിയുള്ളവരെയും കാട്ടിലും മനസ്സിലാവാൻ നമുക്കാണ്. അപ്പോൾ അത് നമുക്കറിയാവുന്നെങ്കിൽ പിന്നെ എന്തേ, പറയുന്നവരെ പറയട്ടെ. പക്ഷേ ഇപ്പോൾ ഞാനിതൊക്കെ പറയും, പക്ഷേ എൻ്റെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഡെലിവറി ടൈമൊക്കെ കഴിഞ്ഞു, മോനൊരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീണ്ടും തടി കുറഞ്ഞേ വന്നു. ആൻഡ് അതിൻ്റെ കൂടെ പറച്ചിലുകൾ കൂടി വന്നു, അങ്ങനെ തന്നെ പറയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കോൺഫിഡൻ്റ് ആവാൻ ശ്രമിച്ചാലും, നമ്മൾ എത്ര നമ്മളെ തന്നെ മോട്ടിവേറ്റഡ് ആക്കാൻ നോക്കിയാലും, ഈ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരും. അത് എല്ലാവരുടെയും, എത്ര കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്കകത്ത് ഒരു ചിന്ത വരും, അത് സ്വാഭാവികമാണ്. അപ്പോൾ പിന്നെ നോർമലി നമ്മൾ ടെൻസ്ഡ് ആവും. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ വീണ്ടും കുറയത്തേ ഉള്ളത്, ഒരിക്കലും കൂടി വരില്ല. ഈ ആളുകൾ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ മിൽക്ക് പ്രൊഡക്ഷൻ കുറയും. കാരണം നമ്മളെ ബോഡിയിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ പല ഫങ്ഷൻസ് നടക്കണമെങ്കിലും ഈ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണം. അപ്പോൾ നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, പ്രൊലാക്റ്റിൻ, അതല്ലാണ്ടും കുറച്ച് ഹോർമോൺസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രൊലാക്റ്റിൻ അല്ലെങ്കിൽ വേറെ ഏത് ഹോർമോൺ ആണെന്നുണ്ടെങ്കിലും അത് പ്രോപ്പർ എമൗണ്ട് നമ്മളെ ബോഡിയിൽ ഉണ്ടായാലല്ലേ നമുക്ക് മിൽക്ക് പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഹോർമോൺസിൻ്റെ എമൗണ്ട് കുറഞ്ഞാലും ഒക്കെ എന്തുണ്ടാവും, മിൽക്ക് പ്രൊഡക്ഷൻ്റെ എമൗണ്ട് കുറയും. അതല്ലാണ്ട് നമ്മുടെ ബോഡീൻ്റെ ഷേപ്പ് വെച്ചിട്ടോ ഒന്നുമല്ല ഈ മിൽക്ക് പ്രൊഡക്ഷനെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ആൻഡ് സെക്കൻഡ് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആകുമ്പോൾ നമ്മൾ മിൽക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബ്രസ്റ്റൊക്കെ പ്രസ് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം ഒരിക്കലും നമുക്ക് ചിലപ്പോൾ മിൽക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ ചെയ്യുന്നത് നമ്മളെ ബേബി ഫീഡ് ചെയ്യുന്നത് തമ്മിൽ നല്ല മാറ്റമുണ്ട്. നമ്മളെ ബേബി ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് മിൽക്ക് കിട്ടും. അത് പിന്നെ കുറച്ചായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, പക്ഷേ ആ കിട്ടുന്നത് ഒരിക്കലും നമ്മൾ ബ്രസ്റ്റ് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിപ്രഷൻ ഒന്നും കൂടെ കൂടത്തേ ഉള്ളൂ. എങ്ങാനും മിൽക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് തോന്നും അപ്പോൾ അല്ലേ, കാരണം നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ, ആ മിൽക്കില്ല, കുട്ടിക്ക് കിട്ടുന്നില്ല, തീരെ കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെയും ഓവർ ടെൻസ്ഡ് ആവുള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവത്തില്ല.
പിന്നെ പറയാനെന്താന്ന് വെച്ചാൽ ഫീഡിങ്ങിലെ പാല് കൊടുക്കുന്നത് 2 വയസ്സ് വരെയാണോ 3 വയസ്സ് വരെയാണോ ഒക്കെ എന്നുള്ളത് പലർക്കും ഡൗട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ബിഷ്രുവിന് എൻ്റെ മോന് 2 വയസ്സ് 4 മാസമൊക്കെ ആയ സമയത്താണ് ഫീഡിങ് നിർത്തിയത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എത്ര വയസ്സ് വരെ, ഇപ്പോൾ എൻ്റെ കസിൻസ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ 3 വയസ്സ് വരെ കൊടുക്കുന്ന ആളുകളുണ്ട്. 3 വയസ്സ് കഴിഞ്ഞിട്ടും നിർത്താത്ത ആളുകളൊക്കെ എനിക്കറിയാവുന്നതാണ്. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പാലുണ്ടെങ്കിൽ കൊടുക്കാം, എന്താ പ്രശ്നം, നമ്മുടെ മക്കൾക്കല്ലേ. പിന്നെ ഐ തിങ്ക് മിക്ക ആളുകളും 2 വയസ്സ് 2.5 ആ ഒരു പ്രായം വരെ തന്നെയാണ് കൊടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വയസ്സ് കൂടുന്തോറും നമുക്കത് നിർത്താനുള്ള ബുദ്ധിമുട്ട് കൂടും. കാരണം അവർക്ക് ടേസ്റ്റൊക്കെ അറിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇഷ്ടം കൂടും. പിന്നെ നിർത്താനുള്ള ബുദ്ധിമുട്ട് നമുക്കും അവർക്കൊക്കെ കൂടത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും മാക്സിമം എനിക്ക് തോന്നുന്നു അധിക പേരും അങ്ങനെ 2-2.5 ഏജിൽ നിർത്താറുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 2 വയസ്സ് 4 മാസമായപ്പോഴാണ് അവന് ഫീഡിങ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്, പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആര്യവേപ്പ് അരച്ചിട്ട് തേക്കാറുണ്ട്. കയ്പ്പാകുമ്പോൾ പിന്നെ അവർ കഴിക്കൂല, മീൻസ് പാൽ കുടിക്കൂല. അതുപോലെ ഈ ഉലുവ അരച്ചിട്ട് തേച്ചാലും സെയിം തന്നെയാണ്, കയ്പ്പ് ഉണ്ടാവും. പിന്നെ ചിലർ മുറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റാവുന്നവരുണ്ട്. ഈ സെല്ലോ ടാപ്പ് പൊട്ടിക്കുന്ന പരിപാടി നിൽപ്പുണ്ട് അവിടെ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി ഇതല്ലാണ്ട് അറിയൂല കേട്ടോ. ആൻഡ് ഇതൊന്നും അല്ല കേട്ടോ രസം. എൻ്റെ ഫീഡിങ് ജേണിയിലെ മെയിൻ ട്വിസ്റ്റ് എനിക്ക് മനസ്സിലായത് ഞാൻ ഫീഡിങ് നിർത്തിയപ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവന് 2 വയസ്സായി എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതല്ലായിരുന്നു. പക്ഷെ അതിലുപരി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ നല്ല മെലിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അവന് 2 വയസ്സായ സ്ഥിതിക്ക് അവൻ്റെ വളർച്ചയൊക്കെ കൂടി വരികയാണ്. അപ്പോൾ അതിന് വേണ്ട പാലൊന്നും ഇപ്പോൾ അവന് കിട്ടുന്നുണ്ടാവുന്നില്ലല്ലോ എന്നാണല്ലോ നമ്മൾ കരുതുക. ഞാൻ നല്ലോണം അത് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്തുക തന്നെയല്ലേ നല്ലതെന്ന് വിചാരിച്ചു. ആൻഡ് എൻ്റെ അടുത്ത് അന്ന് 2-3 പേര് പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് ഇനിയിപ്പോൾ നിനക്ക് നിർത്തിയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം പാലുണ്ടാവാനുള്ള ചാൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവന് പാല് കിട്ടുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിർത്തിയാലും ഈസി ആയിട്ട് നിർത്താം. പാലൊക്കെ എല്ലാ ആണെങ്കിൽ കല്ലപ്പും പനിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിനക്കാവുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം തോട്ട് തന്നെ ആയിരുന്നു കേട്ടോ എനിക്കും. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അവന് ഫീഡിങ് നിർത്തി. അതായത് ഒരു ദിവസം രാവിലെ ഇതുപോലെ കൊടുക്കാണ്ട് നിന്നു. അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സങ്കടം വരും, കരച്ചിലൊക്കെ ഉണ്ടാവും. നമുക്കും നല്ല സങ്കടമായിരിക്കും, അവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊരു 2-3 ദിവസമൊന്നും അല്ല കേട്ടോ. ഇപ്പം ഞാൻ ഫീഡിങ് നിർത്തിയിട്ട് ഒരു 1.5 മാസത്തോളമായി. പക്ഷേ ബിഷ്രു ഇപ്പോഴും ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡേ ആയി, നൈറ്റ് ആയപ്പോഴേക്കും എനിക്ക് കല്ലപ്പ് വരാൻ തുടങ്ങി കേട്ടോ. കല്ലപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പെയിനായിരുന്നു. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴേക്കും കിടക്കാനും പറ്റുന്നില്ല, നമുക്ക് നടക്കുമ്പോഴൊക്കെ അങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല പോലെ കല്ലപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അറിയാണ്ട് ചെയ്തൊരു തെറ്റാണ്, നമ്മൾ മിൽക്ക് പ്രസ് ചെയ്തിട്ട് കളയും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കുട്ടികൾ ഫീഡ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് പാല് പിന്നെയും ഉണ്ടാവുകയാണല്ലോ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും ഉണ്ടാവുക. വീണ്ടും മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവത്തേ ഉള്ളൂ, ഒരിക്കലും അത് സ്റ്റോപ്പ് ആവില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് പുറത്തേട്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് കളയാൻ പാടില്ല. പിന്നെ ഉമ്മ പറഞ്ഞു തന്നത്, അതുപോലെ യൂട്യൂബിൽ നോക്കിയപ്പോഴൊക്കെ നമ്മൾ കണ്ടൊരു ബെസ്റ്റ് മെത്തേഡായിരുന്നു കേബേജ് ലീഫ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കുന്നത് കേട്ടോ. സോ ഞാൻ അത് തന്നെയാണ് ഫസ്റ്റ് ചെയ്ത് നോക്കിയത്. ഒരു 2 ദിവസം ഒരു ദിവസം കൊണ്ടൊക്കെ ശരിയാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കായിട്ടില്ലായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 2 ദിവസം ഞാൻ മാക്സിമം വെച്ച് നോക്കി. പക്ഷേ അയ്യോ, അതിനൊരു സ്മെല്ല് വരാനുണ്ട്, നമുക്ക് സഹിക്കൂല കേട്ടോ. ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ലാണ്. ഒന്നാമത് ചൂടും കൂടെ അല്ലേ, പിന്നെ നമ്മളെ ഇന്നറും ഡ്രസ്സിൻ്റെ ഒക്കെ അകത്തത് വരുമ്പം നന്നായിട്ട് പെട്ടെന്ന് അത് വാടിപ്പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. പിന്നെ ഞാൻ ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ എനിക്കത് ആ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 ദിവസം വെച്ച് നോക്കി. പക്ഷേ എനിക്ക് അന്ന് 2 ദിവസം എനിക്ക് വലിയ ചേഞ്ച് ഒന്നും വന്നില്ല കേട്ടോ. പക്ഷേ അത് വിചാരിച്ചിട്ട് ഇത് ബെസ്റ്റ് മെത്തേഡ് അല്ലാന്ന്, നല്ല മെത്തേഡ് അല്ലാന്ന് ഞാൻ പറയില്ല, നല്ല മെത്തേഡ് തന്നെയാണ്. കുറച്ച് ദിവസമൊക്കെ വെക്കേണ്ടി വരും. പക്ഷേ എനിക്കെന്തോ ആ സ്മെല്ലിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാനത് അങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും പെയിൻ ഉണ്ട്, അത് വെച്ചിട്ട് എനിക്ക് പെയിനൊന്നും കുറയുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുമ്പോൾ മാറട്ടെ എന്ന് വിചാരിച്ചു. ഒരു 10 ദിവസമൊക്കെ എങ്ങാണ്ട് എനിക്ക് എന്തായാലും ഒരാഴ്ചയിലേറെ എനിക്ക് കല്ലപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു 2-3 ദിവസം നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ട് ബ്രസ്റ്റ് സോഫ്റ്റായിട്ട് മാറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫീഡിങ് ജേണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലാസ്റ്റ് ഫീഡിങ് നിർത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്നെ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ആളുകൾ പലതും പറയും, പക്ഷെ അത് കേട്ടിട്ട് നമുക്ക് സങ്കടമാവും. പക്ഷെ നമ്മളെ ലൈഫിൽ നിന്നല്ല നമ്മൾ ഓരോന്ന് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫീഡിങ് നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തടിയില്ല, എനിക്ക് പാലുണ്ടാവില്ല എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും എനിക്ക് അത്രയും മീൻസ് ഫീഡിങ് നിർത്തിയിട്ടും മിൽക്ക് പ്രൊഡക്ഷൻ
ഉണ്ടായപ്പോഴും ഞാൻ മനസ്സിലാക്കിയ കാരണം അത് തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മോന് 2 വയസ്സ് വരെ നല്ലപോലെ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ആ ഒരു ഫീഡിങ് നിർത്തിയപ്പോൾ എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. ഇനി അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അതായത് ഇത് കാണുന്ന പുതിയ അമ്മമാരോടാണെന്നുണ്ടെങ്കിൽ പറയാനുള്ളത്, പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അതിൻ്റെ വഴിക്ക് പോയാൽ അത് ഇല്ലാണ്ടാവാന്നല്ലാണ്ട് ഒരിക്കലും നമുക്ക് മിൽക്ക് കൂടുകയോ ഒന്നും ചെയ്യില്ല. ഇനി അഥവാ ഇതൊന്നുമല്ലാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, തടി കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും മിൽക്കിൻ്റെ എമൗണ്ട് കുറയില്ല. അപ്പോൾ അത് കരുതിയിട്ട് നിങ്ങളാരും പേടിക്കേണ്ട. ബ്രസ്റ്റ് സൈസ് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ടോ ഒന്നും മിൽക്കിൻ്റെ എമൗണ്ട് തമ്മിൽ കുറയുന്നില്ല. അതല്ലാണ്ട് റീസൺ കാരണം മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് പറയാണ്ട് ഇരിക്കരുത്. നിങ്ങളുടെ പാരൻസിനോട് പറയുക. അതുപോലെ നല്ലൊരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുക. ലാക്ടേഷൻ കൺസൾട്ടൻ്റൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അവരൊക്കെ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മീൻസ് അതിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നിൽക്കരുത്. ഇനി അതും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്തുണ്ട്, നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പാലുകളുണ്ട് പുറത്ത്, നമുക്ക് ലാക്ടോജനായിട്ടും അങ്ങനത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തൊക്കെ കൊടുക്കാമല്ലോ. സോ ഒരു കാര്യം കൊണ്ടും അത് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാ അമ്മമാർക്കും നല്ലൊരു ഫീഡിങ് ജേർണി തന്നെ ആവട്ടെ. താങ്ക് യു. അപ്പോൾ വീഡിയോ എന്തായിട്ടുണ്ട്, എന്താ അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ യൂസ്ഫുള്ളാണ്, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ മീൻസ് അങ്ങനെ വലിയ മോട്ടിവേഷനൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.